ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹനോയിലെ ട്രെയിൻ സ്ട്രീറ്റും ഷോപ്പിംഗ് സ്ട്രീറ്റും ബിയർ സ്ട്രീറ്റിൻ്റെയൊക്കെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ വിയറ്റ്നാമിലെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ലാവണ്യ രാഹുൽ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹനോയ് ഗ്രാൻഡ് ഹോട്ടൽ. ഇത് ഹോട്ടൽ ലോബിയാണ്. ക്യാബിന് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ വെറുതെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ്. റൂമിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതൊക്കെ ഒറിജിനലാണ്. ഇവരുടെ ന്യൂ ഇയർ പ്രമാണിച്ച് ഇവർ ഇങ്ങനത്തെ ബോൺസായും ഇതൊക്കെ സെറ്റാക്കി വെക്കും. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഈ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യലാണ്, റെഡൊക്കെ. പക്ഷേ ഇത് ഭയങ്കര ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഹോട്ടലിൻ്റെ വലിപ്പം അനുസരിച്ച് ആ മഞ്ഞ ചെടിച്ചട്ടിയുടെ വലിപ്പമൊക്കെ കൂടും. ഇത് നമ്മളുടെ ചെറി ബ്ലോസം. അയ്യോടെ നല്ല ഭംഗിയുണ്ട് ചെറി ബ്ലോസംസ് കാണാനും. ഇത് ഞങ്ങൾ വന്നതിൻ്റെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അന്ന് ഇത്രയും ഫ്ലവേഴ്സൊന്നും ഇല്ലായിരുന്നു. ഈ 2 ദിവസം കൊണ്ടാണ് ഇത് ഫുള്ള് ഫ്ലവേഴ്സൊക്കെ വന്ന്. അന്ന് മൊട്ടായിട്ടിരിക്കുമായിരുന്നു, കുഞ്ഞ് ബഡായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഫ്ലവേഴ്സായി, നല്ല ഭംഗിയാണ്. ഞങ്ങളിന്ന് ഒരു ഷോപ്പിംഗ് ഡേ ആയിട്ട് മാറ്റി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അല്ലേ. എവിടെ വന്ന നൈറ്റ് മാർക്കറ്റ് അല്ലേ, ഓൾഡ് കോട്ട ഷോപ്പിംഗ് സ്ട്രീറ്റിൽ വന്നതാണ് അല്ലേ. ജസ്റ്റ് ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്, കൂടുതലും ഡ്രസ്സും പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, ആക്സസറീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള ഓരോ നൈറ്റ് മാർക്കറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇവിടെ ഇപ്പം നോക്കുമ്പോൾ എല്ലാം കിട്ടുന്നുണ്ടല്ലേ. ഡ്രസ്സിൻ്റെ ഷോപ്സ് ആയാലും ബാഗ്സ്, ഡ്രസ്സൊക്കെയാണ് കൂടുതൽ. പിന്നെ ആക്സസറീസും ഉണ്ട്. ബാഗിൻ്റെ ഷോപ്പുണ്ട്. പക്ഷെ ഡ്രസ്സ് കൂടുതലാവുമ്പോൾ ഡ്രസ്സ് വാങ്ങാനൊരു ഇല്ലേ, ഡ്രസ്സ് വാങ്ങാൻ തോന്നില്ലല്ലോ. ഡ്രസ്സൊന്നും ഞങ്ങൾക്ക് വാങ്ങാനില്ല. അതുകൊണ്ട് ഷോപ്പിങ്ങിനൊരു ഷോപ്പിംഗ് ഇച്ചിരി സ്ലോ ആണ്. ഇത് ശരിക്കും സ്ട്രീറ്റാണ്. സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രീറ്റാണ്. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ വരും കേട്ടോ, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കുറേ കയ്യിലിങ്ങനെ ഫ്ലവേഴ്സൊക്കെ പിടിച്ചിട്ട്. എന്നിട്ട് ഫോട്ടോഷൂട്ട് ഏതെങ്കിലുമൊക്കെ ഷോപ്പിൻ്റെ സൈഡിൽ, നല്ല ബിൽഡിങ്ങിൻ്റെയൊക്കെ സൈഡിലൊക്കെ നിന്നിട്ട് നമ്മളുടെ മറ്റേ പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ടില്ലേ, അതുപോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ ഈ സ്ട്രീറ്റ് ഒന്ന് മാറി ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ മാർക്കറ്റിൻ്റെ പേര്? ഡോൺ സ്വാങ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ആണ്. എല്ലാം കൂടി ഒരുമിച്ചുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ കുറേ നടക്കുന്നതിനെക്കാട്ടിലും അതാണ് നല്ലത്. ഇനി ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ചിക്പേട്ടൊക്കെ പോലെ ഒരു കടയിൽ കയറിയപ്പോഴേക്കും അവർ റീറ്റെയിൽ ഇല്ല, ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടേ അല്ലേ. അവർക്ക് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, റീറ്റെയിൽ ഇല്ല. അതായത് കിഡ്സിന്റെ ഡ്രസ്സ് അവർക്ക് വിഷ്ണു ഒക്കെ പോയി നോക്കാം. കിഡ്സിന്റെ ഡ്രസ്സ് നല്ല നല്ല ഷർട്ട്സ് ഉണ്ടായിരുന്നു അല്ലേ, കുഞ്ഞു കുഞ്ഞു ഷർട്ട്സ് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കയറിയപ്പോൾ അവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റേ സൈക്കിളുണ്ട്, ഇരുത്തിക്കൊണ്ട് പോകുന്ന സൈക്കിള്. അപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കും, വരുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ പറയും വരുന്നില്ല. അയ്യോ രാവിലെ ഇത് ആക്ച്വലി ഞങ്ങളിങ്ങനെ നോക്കിയതാണ്, ലെഗോൻ്റെ ഒരു ഷോപ്പ്. ഇതെല്ലാം ലെഗോ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കൂടുതലും ഡ്രസ്സ് കണ്ട് മഞ്ഞളിച്ച് പോയി. പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് നമുക്ക് എന്താ ചേരത്തില്ലല്ലേ. നമ്മളുടെ സൈസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണം വരും, അങ്ങനത്തെ സൈസ്. സ്കേർട്സ് ഒക്കെ ഉണ്ട്. സ്കേർട്ട് ഞാൻ കുറേ കണ്ടായിരുന്നു. ഇതൊക്കെ നല്ലതല്ലേ, ഈ വെൽവെറ്റിൻ്റെ. അയ്യോ മറന്നില്ലല്ലോ. അതെ, ഈ ഷോപ്പിൽ അവർ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഗ്രാബിൻ്റെ ജാക്കറ്റ് കിട്ടും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഗ്രാബ് ഓടിക്കുന്നവർക്കാണ് ഈ ജാക്കറ്റ് ഇടുന്നത്. പക്ഷെ അല്ലാണ്ട് തന്നെ ഇവർ ജാക്കറ്റ് ഫോറിനേഴ്സൊക്കെ. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, നമ്മളെങ്ങാനും ആ ജാക്കറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ ആൾക്കാർ നമ്മളോട് ലിഫ്റ്റ് ചോദിക്കും, ചേട്ടാ ഒന്ന് അവിടെ വരെ ലിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കുമോ. സ്വീറ്റ്സിൻ്റെ കടകൾ
അങ്ങോട്ട് സ്വീറ്റ്സിൻ്റെ ഫുള്ള് സ്വീറ്റ്സിൻ്റെ ഞങ്ങൾ എന്തായാലും വാങ്ങുന്നുണ്ട്. വാങ്ങുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന് വാങ്ങിയാൽ അത്രയും നേരം അത് ചുമക്കണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ നമ്മൾ തുടങ്ങുന്ന അത്രയും ഷോപ്പിങ്ങും എല്ലാം ഇങ്ങനെ ചുമന്ന് നടക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഇവരുടെ ന്യൂ ഇയർ നടക്കുമല്ലേ, അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഇത് എല്ലാം നല്ല ഭംഗിയാണ്. ഈ റെഡ് കാണാൻ തന്നെ ഭംഗിയാണ്. കുറേ നമ്മളുടെ ഹോട്ടൽസിലായാലും എല്ലായിടത്തും അവർ ഈ റെഡ് സാധനങ്ങളിങ്ങനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് വെക്കും. പിന്നെ ചെടി, ഇപ്പം ഉണക്ക മരക്കൊമ്പാണെങ്കിൽ അതിൽ ചെറി ബ്ലോസംസ് വെച്ച് പിടിപ്പിച്ചിട്ട് അതും ഇങ്ങനെ ഒരു വലിയൊരു ചെടിച്ചട്ടിയിൽ നട്ട് പിടിപ്പിച്ച് വെക്കും. പിന്നെ ഓറഞ്ച് വരുന്ന കുഞ്ഞ് ബോൺസായിസ് അതും ഇതുപോലെ വലിയ, ഞാൻ ആ ഹോട്ടലിൻ്റെ, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ആ ഒരു വീഡിയോ കാണിച്ചു തരാം. അതിൽ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. അത് ആ ഭിത്തിയിലിങ്ങനെ വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഓ, എന്നാൽ തിരിച്ചു പോവാം അല്ലേ. ഇത് ഫുള്ള് എല്ലായിടത്തും ഇത് തന്നെയാണ്, ലൈറ്റും ഇതും ലാൻഡേൺസും അത് നല്ല ഭംഗിയാണ് ആ സാധനം. അതിങ്ങനെ കാണാൻ തന്നെ ഭംഗിയാണ്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മളുടെ മറ്റേ ക്രിസ്മസ് റീത്ത് പോലത്തെ റീത്ത് റെഡ് കളറിൽ അങ്ങനെയുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൺ വേ പോലെയാണ്, പിന്നെ നമുക്ക് ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. എന്തത് ക്ലിപ്പാ, ഹെയർ ക്ലിപ്പ്. ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ക്യൂട്ടാണ്. കുറേ ക്യൂട്ട് സാധനങ്ങളുണ്ടല്ലേ. ബാഗായാലും ബാഗിലിടുന്ന കുറച്ച് ഹാങ്ങിങ്സ് ആയാലും ഡ്രസ്സ്, ക്യാപ്പ്, ഹെയർ ആക്സസറീസ്, അങ്ങനത്തെയൊക്കെ ഭയങ്കര ക്യൂട്ട് സാധനങ്ങളുണ്ട്. എല്ലാം ക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ മേടിക്കുന്നത്. ഇത് ഞങ്ങൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലോട്ട് വന്നു. ഇവിടെ ഒരു വിലക്കുറവുണ്ടല്ലേ, അത്യാവശ്യം കുറച്ച് വിലക്കുറവൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെറിയുടെ ഞങ്ങൾ ദനാങ്ങിൽ പോയിട്ട് 100K പറഞ്ഞ സാധനം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 30K കിട്ടി. അത് ഭയങ്കര ലാഭമായിരുന്നു. ഇവിടെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വിലക്കുറവാണെന്ന് തോന്നുന്നു. ഒന്ന് കറങ്ങി നടന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഫുള്ള് ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ്, ഷൂസും ക്രോക്സ്. തിരിഞ്ഞ് ഫോട്ടോ എടുത്ത് കാണിച്ചത് ഏതെടുക്കുന്നത്? അതെനിക്കറിയില്ല. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെക്കില്ല എന്ന് എനിക്കറിയില്ല. മീൻ നല്ല ഭംഗിയല്ലേ റോസ്? എന്ത് 80 വാങ്ങായിരുന്നു. അല്ല, പോയിട്ട് വന്നാൽ മതിയോ? അങ്ങനെ ട്രെയിൻ വരുന്ന ട്രെയിൻ സ്ട്രീറ്റിലെത്തി. വന്നപ്പോൾ തന്നെ ഒരാൾ പിടിച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അയാളുടെ കഫേലിരിക്കുക പറഞ്ഞിട്ട് ട്രെയിൻ 5 മിനിറ്റിൽ വരും. ഓക്കെ,
3:15 കഴിഞ്ഞു. ഇതുവരെ ട്രെയിനിനെ കണ്ടില്ലല്ലേ. ആൾക്കാർ ഇങ്ങനെ കസേരയൊക്കെ എടുത്ത് മാറ്റുന്നു, ഞങ്ങളോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞു. കുറേ ആൾക്കാർ ഓടി വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ വന്നു പോയി. ആക്ച്വലി ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത്. പക്ഷെ ഒരാൾ, അതായത് കഫേയുടെ മാർക്കറ്റിങ്ങിൽ ഒരാൾ ഞങ്ങളെ പിടിച്ചു നിർത്തി. ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നായിരുന്നു, പക്ഷേ ഇവരെ 3 പേരെയും പിടിച്ച് നിർത്തി അയാൾ ഇരുത്തിച്ചു, ആ കഫേയിലോട്ടങ്ങ് ഇരുത്തിച്ചു. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ മാത്രമേ കഫേസ് ഉള്ളൂ, അപ്പുറത്തെ സൈഡിലില്ല, 2 സൈഡിലും ഇല്ല. ഞങ്ങൾ 2 സൈഡിലും കഫേസ് വരുന്ന സ്ട്രീറ്റ് നോക്കിയാണ് നടന്ന്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ട്രെയിൻ പോയി, ഇനി ഒന്നുകൂടി ജസ്റ്റ് നടക്കാമെന്ന്. ഞങ്ങൾ നടന്ന് 2 സ്ഥലത്തും കഫേ ഉള്ള സ്ട്രീറ്റിലെത്തി. ഇപ്പോൾ 2 സൈഡിലും കഫേസാണ്. ഇവിടെ ഷോപ്സും ഒക്കെ ഉണ്ട്, കഫേസ് മാത്രമല്ല. Oh no. You can give to him. Strong. എങ്ങനെയുണ്ട്? ഇച്ചിരി സ്ട്രോങ് ആണ്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വന്നോ? ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടിയോ? ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അയ്യോ, വീഡിയോ ഉണ്ടെങ്കിൽ ആൾക്കാരെന്നെ തെറിയും. അത് ഈ മിഠായിയൊക്കെ അവിടെ പോയത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബിയർ സ്ട്രീറ്റിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടൈം കുറച്ചുണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരു കഫേയിൽ കയറി. അവിടെ ഹാപ്പി അവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫുഡിനും ബെവറേജസിനും ഒക്കെ കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രീറ്റൊക്കെ ഒന്ന് ഓണായി വരുന്നത് വരെ ഞങ്ങൾ കുറച്ച് നേരം ആ കഫേയിലാണ് ടൈം സ്പെൻഡ് ചെയ്തത്. സമാധാനത്തിരിക്കാനാണെങ്കിൽ എനിക്ക് ഓക്കെ. 7 മണി വരെ ഇതാണ് ഹാപ്പി അവേഴ്സ്. റെഡ് ലൈറ്റ് വന്നല്ലേ. ഇങ്ങനെ തിരിക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഹോഴ്സിനൊക്കെ ഉണ്ടാ ലൈറ്റ് കണ്ടോ മേലെ? വാ അല്ലേ, അതൊരങ്കിള് അല്ലേ? ഹോഴ്സിനൊക്കെ ഉണ്ടാ? ഹോഴ്സ് ബിയർ സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ കയറിയ കഫേയും. അപ്പോൾ സ്ട്രീറ്റൊക്കെ ഒന്ന് ഓണായി വന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ബിയർ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ 2 സൈഡിലും കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടാവും. അവരുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ കുറേ ചെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ഫുഡും ബെവറേജസും ഒക്കെ സെർവ് ചെയ്യും. ആ സമയത്ത് ഈ ട്രാഫിക്കൊക്കെ അവർ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ചില അപൂർവം കുറച്ച് ബൈക്സ് മാത്രമേ അങ്ങനെ പോകാറുള്ളൂ. പിന്നെ നൈറ്റ് ലൈഫൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ തായ്ലൻഡൊക്കെ ആയിട്ട് നോക്കിയാൽ നമുക്ക് അത്ര വലിയ സ്ട്രീറ്റ് അല്ല, അത്യാവശ്യം പക്ഷെ നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ ഇതൊക്കെയാണ് ഹനോയിലെ വിശേഷങ്ങൾ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ട്രാവൽ വീഡിയോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.